അല്ല ഇപ്പൊ ഈ നേരത്തെ ഇന്റർവ്യൂല് പറഞ്ഞില്ലേ ജിസ്റ്റോ പടത്തില് തോക്ക് കാണുന്നു, ചോര കാണുന്നു, മറ്റേ വാള് കാണുന്നു, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പൊ ഇതൊന്നും ഈ ജിസ്റ്റോ പടങ്ങളായിട്ട് വലിയ സാമ്യമില്ലാത്ത പരിപാടികളാണല്ലോ. നിങ്ങൾക്ക് എത്രമാത്രം പ്രശ്നമായിരുന്നു അത്ര എലമെന്റ്സ് ഈ സെറ്റിലൊക്കെ കാണുമ്പോൾ? അല്ല, എനിക്ക് ചുവന്ന ലൈറ്റ് എനിക്ക് ആദ്യം ഇതിന്റെ ഞങ്ങള് ഫസ്റ്റ് നരേഷനിൽ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാര്യം ജിസ്സിന് എനിക്ക് പേഴ്സണലി അറിയാവുന്നത് കൊണ്ടും ജിസ്സുമായിട്ട് ഇത്രയും വർഷത്തെ പരിചയം ഉള്ളത് കൊണ്ടും ശരിക്കും നിങ്ങളൊക്കെ കാണുന്ന സൺഡേ ഹോളിഡേ ആണ് ജിസ് ജോയി. അപ്പോ എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ആക്ടേഴ്സ് നമ്മളുടെ സ്ഥിരമായിട്ടുള്ള ഫോർമുലാസ് പൊളിക്കണം, നമ്മുടെ ക്യാരക്ടർ ആർക്ക് പൊളിക്കണം എന്നൊക്കെ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുമല്ലോ, ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യണം. അങ്ങനെ ഒരു സംവിധായകന് തോന്നി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതും എന്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സോണിൽ നിന്ന് പുറത്തേക്ക് വരണമെന്നൊരു സംവിധായകൻ തോന്നുകയും ജിസ് അങ്ങനെ ഒരു കംഫർട്ട് സോൺ പൊളിച്ച് പുറത്തേക്ക് വരുമ്പോ അതിനു വേണ്ടി എടുത്ത സ്ക്രിപ്റ്റും അതിനു വേണ്ടിയിട്ട് എഫേർട്ടും, ആദ്യം ജിസ് പറഞ്ഞില്ലേ, നമ്മൾ ആരും കേട്ട സ്ക്രിപ്റ്റ് അല്ല ഇതിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായിരുന്നത്. ഇതിന്റെ ഒരു ഇനീഷ്യൽ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിട്ട് മാത്രം ഇപ്പൊ ഞങ്ങൾക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ. ഈ സിനിമ ത്രൂ ഔട്ട് ഷൂട്ടിങ്ങിൽ ഇത് ഇവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാകുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ, ഒരു ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്ന ആർട്ടിസ്റ്റ് എല്ലാവരും വരുന്നതനുസരിച്ച് ഈ സിനിമ ഇവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതായിരിക്കും ചിലപ്പോൾ ഇത്രയും ഈ പറഞ്ഞ വിഷ്ണു ചോദിച്ചതുപോലെ ഇത്രയും ഡീറ്റെയിലിംഗിലേക്കും ഇത്രയും കുഞ്ഞി കാര്യങ്ങളൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് വളരാനുള്ള ഒരു കാരണം. പിന്നെ ഇതില് എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ എഡിറ്റർ സൂരജിനെ പറ്റിയിട്ടാണ്. ഈ സിനിമ ഷൂട്ട് ചെയ്ത്, അത് തീർച്ചയായിട്ടും 2 പ്രൊഡ്യൂസേഴ്സിനോട് പറയണം. കാര്യം ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 1 വർഷം എടുത്തു ഇതിന്റെ റിലീസ് ഡേറ്റ് ഡിക്ലെയർ ചെയ്യാൻ. ആ സമയം മുഴുവൻ ഇതിന്റെ എഡിറ്റിലാണ് ഡയറക്ടർ ജിസ് ജോയിയും ഇതിന്റെ എഡിറ്റർ സൂരജും സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഓരോ ദിവസവും ഒരു 4 മണിക്കൂർ വെച്ച് ജിസ് ജോയി ആ എഡിറ്റ് സൂട്ട് പോയിരുന്ന് ഇതിന്റെ ഏറ്റവും നല്ല വേർഷന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സൂരജിന്റെ കോൺട്രിബ്യൂഷൻസ് ഇതിന്റെ അകത്തുണ്ട്. ഈ പറഞ്ഞ 8 മാസം ജിസിന് കൊടുത്ത ഈ 2 പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും വലിയ കൈയടി അറിയിക്കുന്നത്. നോർമലി ആ ഒരു കഥയുടെ കൂടെ നമ്മളിപ്പം നായകനാണെങ്കിൽ നായകന്റെ അന്വേഷണത്തോടൊപ്പം നമ്മൾ പ്രേക്ഷകരും അന്വേഷണം തുടങ്ങും. അപ്പൊ ആ അന്വേഷണമൊക്കെ നമ്മൾ ഇപ്പം പല സമയത്തും ഈ ക്രൂവിനോട് പല സജഷൻസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു എലമെന്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണോ അങ്ങനെ ചെയ്തത്? അതൊരു കഥ സാധാരണ അതില് ഒരു സ്ക്രിപ്റ്റ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് മാറ്റങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ അതിനകത്ത് ഡയറക്ടേഴ്സ് പൊതുവെ സമ്മതിക്കാം, മെയിൻ ആക്ടേഴ്സും ചിലപ്പോൾ സമ്മതിക്കാതിരിക്കും. അതേ പറയും, ഇവര് ഈ ബിജുവേട്ടനും ആസിഫും എനിക്ക് ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ എന്നിൽ അർപ്പിച്ചൊരു ട്രസ്റ്റ് ഉണ്ട്. കാരണം ഇത് ഈ സംഗതി പുതിയൊരു ട്രാക്കിലേക്ക് നമ്മൾ മാറ്റാൻ പോവുകയാണെന്ന് ഞാൻ ഇവരെ 2 പേരെയും വിളിച്ചിരുത്തിയിട്ട്, ചേട്ടാ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ട്രാക്ക് വന്നിട്ടുണ്ട്, ഇത് ഇങ്ങനെ ചെയ്തോട്ടെ. കാരണം ഇവരോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കഥയെ കുറിച്ച്. അപ്പൊ ഇവര് 2 പേരും തന്നൊരു സപ്പോർട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ അതാണ് ആ ട്രസ്റ്റ്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, അത് അത്രയും ഒരു ട്രസ്റ്റാണ് അവർ നമുക്ക് തന്നത്. പിന്നെ ഈ അഭിനയിച്ച ആൾക്കാരെ മുഴുവൻ ആവശ്യമുള്ളവർക്ക് സട്ടിലാക്കി നിർത്താൻ, ചില സമയത്ത് മാത്രം ലൗഡാക്കുക, ആ ഒരു പിടി പോകരുത്. കാരണം ഈ കുറ്റാന്വേഷണ സിനിമ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്പം മാറിയ ആൾക്കാർക്ക് ആളെ മനസ്സിലാകാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ചിന്തിച്ച് അങ്ങനെ പോരുന്നില്ല. ആൾക്കാർ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈവൺ ഇപ്പൊ ജാബർക്കയുടെ ആ 2 സീൻ വരുമ്പോൾ പോലും ആൾക്കാർ മെയിൻ മൂലകഥയിൽ നിന്ന് പോകാൻ പാടില്ല, അതിനൊരു ആൻസർ ഉണ്ടാകണം. ബോധപൂർവ്വം എടുക്കുന്ന കാര്യങ്ങളാണ്. ഒരുപാട് മനസ്സ് നിറഞ്ഞ സന്തോഷം ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്താ പറയാ എണ്ണമില്ലാത്ത അത്രയും പ്രേക്ഷകരോടും ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ കാണാൻ ഫസ്റ്റ് ഡേ തിയേറ്ററിലേക്ക് മഴയൊക്കെ അതിജീവിച്ച് വന്നതിലും മനസ്സ് നിറഞ്ഞ റിവ്യൂസ് എടുത്തതിലും ഓണസ്റ്റ്ലി ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് വിളിച്ചു പറഞ്ഞ് ഒരു സിനിമ എഴുതാൻ പേനയെടുത്ത് ആദ്യത്തെ വാചകം എഴുതുമ്പോൾ മുതലുള്ള നമ്മുടെ സ്വപ്നമാണ് ഈ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇതിനപ്പുറം വേറൊരു സന്തോഷമില്ല. ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം സിനിമ ഉപജീവന മാർഗമായിട്ടും പാഷനായിട്ടും കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഇതിനപ്പുറം വേറൊരു സ്വപ്നമില്ല. അപ്പോൾ അത് ഞങ്ങൾ എല്ലാവരും ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നു. അതെന്നും നിങ്ങളോട് കടപ്പെട്ടവരായിരിക്കും. സിനിമ നിങ്ങളുടെ തൊട്ടടുത്ത തിയേറ്ററുകളിലുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് എത്രയും പെട്ടെന്ന് സിനിമ കാണണം. ഇനിയും കൂടുതൽ റിവ്യൂസ് ഇടണം, ഞങ്ങളെ വിളിക്കണം. ഇതാണ് നല്ല സിനിമ ചെയ്യാനുള്ള ഏറ്റവും വലിയ ഫ്യൂവൽ എന്ന് പറയുന്നത്. ആ ഫ്യൂവല് തന്നുകൊണ്ടേയിരിക്കണം. ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു.